ഒന്ന് നിവർന്ന് നിൽക്കാൻ കഴിയാതെ മടങ്ങിയിട്ടാണ് ബാത്റൂമിലേക്ക് പോകൽ. MRI എടുത്തപ്പോഴാണ് പിന്നെ L4 L5 നന്നായിട്ട് ഡിസ്ക് ബൾജ് ആയിട്ടുണ്ട്. അത്ഭുതമാണ് ശരിക്കും ഇവിടെ നമുക്ക് തോന്നിയത്. ഇപ്പോൾ ഞങ്ങളിന്ന് 14 ദിവസമായി. അന്ന് നിർത്തിയ മെഡിസിന് ഇപ്പോഴും ഞങ്ങൾ കഴിക്കുന്നില്ല. ഒരു ഓപ്പറേഷൻ ഒഴിവാകാൻ വേണ്ടിയിട്ട് തൽക്കാലം ഒന്ന് കാണിക്കാനാണ് ശരിക്കും ക്ലിനിക്കിൽ വരുന്നത്. ഞാൻ അനസ്, വാഴയൂർ പഞ്ചായത്തിലെ തിരുത്തിയാടുന്നാണ് വരുന്നത്. രാവിലെ ഉമ്മക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരു ബാക്ക് പെയിൻ കാണിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു നോമ്പിൻ്റെ സമയത്തായതുകൊണ്ട് കൂടുതൽ നിന്നത് കൊണ്ടാകും എന്നുള്ള ധാരണയിൽ ഒരു ജനറൽ മെഡിസിനെ കാണിച്ച് തൽക്കാലം ഒരു പെയിൻ കില്ലർ വെച്ച് 2-3 ദിവസം മരുന്ന് കഴിച്ചു. പക്ഷെ 3 ദിവസം കഴിഞ്ഞിട്ടും വേദനയ്ക്ക് യാതൊരു മാറ്റവും ഇല്ലാത്തതുകൊണ്ട് രണ്ടാമത് അവിടെ പോയി തന്നെ ഇഞ്ചക്ഷൻ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും മറ്റൊരു മാറ്റവും ഇല്ല എന്നല്ല, വേദന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ന്യൂറോ സർജനെ കാണിച്ച് അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ ഡോക്ടറോട് പറഞ്ഞിട്ടാണ് MRI എടുക്കുന്നത്. MRI എടുത്തപ്പോഴാണ് പിന്നെ L4 L5 നന്നായിട്ട് ഡിസ്ക് ബൾജ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്പൈനൽ സർജനെ അവിടുന്ന് അഡ്വൈസ് ചെയ്യുന്നത്. സ്പൈനൽ സർജനെ കാണിച്ചു. അതിനിടയ്ക്കൊക്കെ ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും വേദനയ്ക്ക് യാതൊരു കുറവില്ല. അവസാനം സ്പൈനൽ സർജന് ഒരാഴ്ചയ്ക്ക് ശേഷം നിർബന്ധമായിട്ട് സർജറി മാത്രമേ പോവഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഉമ്മൻ്റെ ഈ ഏജിൽ പരമാവധി എങ്ങനെയെങ്കിലും ഒരു സർജറി ഇല്ലാതെ കഴിയണമെന്നുള്ള രീതിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗ്ലീക്സ് എന്നുള്ള ഈ ചേളാരിയിലെ ക്ലിനിക്കിനെ കുറിച്ച് ഫേസ്ബുക്കിൽ അറിയുന്നതും അതോടൊപ്പം തന്നെ ഇവിടുന്ന് കഴിഞ്ഞു പോയിട്ട് റിക്കവറി ആയി നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുകളെ കണ്ട് അവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിച്ചപ്പോൾ ജസ്റ്റ് ഒരു ഓപ്പറേഷൻ ഒഴിവാകാൻ വേണ്ടിയിട്ട് തൽക്കാലം ഒന്ന് കാണിക്കാനാണ് ശരിക്കും ക്ലിനിക്കിൽ വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ഡോക്ടർ പറഞ്ഞത് നമുക്കൊരു 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ശ്രമിച്ചു നോക്കാം. ഒന്ന് ഡീകംപ്രഷൻ മെത്തേഡാണ്, രണ്ടാമതുള്ളത് ഒരു ജനറൽ എക്സസൈസുമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എത്ര ഏജ് ആയ ഉമ്മക്ക് ഒരു എക്സസൈസ് എങ്ങനെ എന്നുള്ളത് ഒരു പ്രയാസം തോന്നിയിരുന്നെങ്കിലും പക്ഷെ 1-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഉമ്മ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, എക്സസൈസ് ചെയ്യുന്നത് മുഴുവൻ സമയവും 1 മണിക്കൂർ മുഴുവൻ സമയം ഒരു തെറാപ്പിസ്റ്റ് കൂടെ നിന്നിട്ട് വളരെ കൃത്യമായിട്ട് ഉമ്മനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു ആഴ്ച ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് തുടർന്ന് നോക്കിയപ്പോൾ ശരിക്ക് രാത്രിയിൽ കിടന്നുറങ്ങുക എന്നുള്ളത് നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഓർത്തിട്ട്. കാരണം രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒന്ന് നിവർന്ന് നിൽക്കാൻ കഴിയാതെ മടങ്ങിയിട്ടാണ് ബാത്റൂമിലേക്ക് പോകൽ. കാല് നിലത്ത് വെക്കാൻ പറ്റുന്നില്ല, കൈ പൊന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത്ഭുതമാണ് ശരിക്കും ഇവിടെ നമുക്ക് തോന്നിയത്. ഇവിടെ വന്ന 1-ാമത്തെ ദിവസം അതും നമ്മളൊരു അഡ്വാൻസ് ആയിട്ട് ഒരു പെയിൻ വേണ്ടാന്ന് കരുതി മെഡിസിൻ കഴിച്ചു എന്നല്ലാതെ ഇപ്പോൾ ഞങ്ങളിന്ന് 14 ദിവസമായി. അന്ന് നിർത്തിയ മെഡിസിന് ഇപ്പോഴും ഞങ്ങൾ കഴിക്കുന്നില്ല. അതോടൊപ്പം തന്നെ വളരെ ഫ്രീ ആയിട്ട് അവർ നടക്കാനും ഉമ്മയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും കഴിയുന്നുണ്ട്. ഇവിടെ വന്നേരെ എല്ലാ മക്കളെ മാതിരി പോലെ 21 എല്ലാം നല്ല ഭംഗിയിൽ ചെയ്യിച്ച് അൽഹംദുലില്ലാഹ് റാഹത്ത് തന്നെ.